നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരസഭയുടെ പരിധിയിലുള്ള സ്ഥലം ആർക്കും അനധികൃതമായി കയ്യേറുവാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഇന്നലെ കൊട്ടാരക്കരയിലെ ഒരു ഓൺലൈൻ ചാനൽ വ്യാജ വാർത്ത നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നിരവധി ഓൺലൈൻ ചാനൽ പ്രവർത്തകർ വ്യാജ വാർത്തയാണ് ജനങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നത്. ഇന്നലെ നടത്തിയ വ്യാജ വാർത്തയുടെ സത്യാവസ്ഥ ഇന്ന് കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ SR രമേശ് നമ്മുടെ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കൊട്ടാരക്കരയുടെ ഓൺലൈൻ ചാനൽ പുലവന്തോടിൻ്റെ കരയ്ക്കൊരു കെട്ടിടം നിർമ്മിക്കുന്നതുമായി ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. പിന്നെ അതിൻ്റെ നിജസ്ഥിതി അറിയാതെയാണ് ആ വാർത്ത കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 1-2.5 വർഷം പഴക്കമുള്ളതാണ് ആ ഫയൽ. അവിടെ കെട്ടിടം വെക്കാൻ ആവശ്യമായ പെർമിറ്റ് നഗരസഭ നൽകിയിരുന്നില്ല. കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ നിഷേധിച്ചു. നഗരസഭാ കൗൺസിൽ അന്നത്തെ നഗരസഭാ കൗൺസിൽ ഒരു വിഭാഗം വിയോജിപ്പ് രേഖപ്പെടുത്തി അവർ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശക്തമായി കൊടുക്കാൻ പാടില്ലെന്ന അഭിപ്രായം ഉയർന്നതിൻ്റെ ഫലമായിട്ട് കൊടുക്കാതിരിക്കുകയും അതിനടിസ്ഥാനത്തിൽ അവരുടെ പെർമിറ്റ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. നിഷേധിച്ചതിൻ്റെ ഫലമായി അവർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി നഗരസഭ കക്ഷിയായിരുന്നു, PWD കക്ഷിയായിരുന്നു, റവന്യൂ കക്ഷിയായിരുന്നു. റവന്യൂവും PWD എല്ലാം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന നഗരസഭയും കൊടുക്കാതിരിക്കാൻ കാരണങ്ങൾ കോടതി നിരത്തുകയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കോടതി പെർമിറ്റ് നൽകുവാൻ നഗരസഭാ സെക്രട്ടറിയോട് നിർദ്ദേശിക്കാനുണ്ടായത്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് അത്ര ഉത്തരവുണ്ടായത്. ആദ്യം ഒരു ഉത്തരവ് ആ ഉത്തരവ് കൊടുത്തിരുന്നില്ല. വീണ്ടും 2ാം ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് വാങ്ങി. ആ ഉത്തരവ് പ്രകാരമാണ് അവിടെ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് സെക്രട്ടറി ഏകപക്ഷീയമായി കൊടുത്തതാണ് പെർമിറ്റ് കൊടുത്തത്. ആ നഗരസഭാ കൗൺസിൽ ഹൈക്കോടതിയിൽ കേസ് പോകാൻ തീരുമാനിച്ച നഗരസഭാ കൗൺസിൽ പെർമിറ്റ് കൊടുക്കാൻ പാടില്ല തീരുമാനിച്ച വിഷയത്തിൽ ഒരു കോടതി ഉത്തരവെന്ന് കൊടുക്കുമ്പോൾ നിശ്ചയമായും സെക്രട്ടറി അത് നഗരസഭാ കൗൺസിലുമായിട്ടോ ചെയർമാനുമായിട്ടോ ഒക്കെ ആലോചിച്ചാണ് ചെയ്യേണ്ടത്. നഗരസഭാ ചെയർമാനോ കൗൺസിലിൻ്റെ അറിവില്ലാതെ സെക്രട്ടറി ഏകപക്ഷീയമായി ആ പെർമിറ്റ് നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് കൊടുത്തത്. ഹൈക്കോടതി ക്ലിയറായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ഉത്തരവ് കൊണ്ടുവരാൻ അടിസ്ഥാനത്തിൽ പണി ആരംഭിക്കുന്ന സമയത്താണ് ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അതുപോലെ മറ്റുള്ള ശ്രദ്ധയിൽപ്പെട്ടതല്ല. അപ്പോൾ തന്നെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും കൗൺസിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത് ഈ ഹൈക്കോടതി പെർമിറ്റ് നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരായി കൗൺസിൽ തീരുമാനിച്ച് ചെയർമാൻ നിലയിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഞാൻ തന്നെ അജണ്ട വെച്ച് ചെയർമാൻ നിലയിൽ അജണ്ട വെച്ചിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ 18-ാം തീയതി അപ്പീൽ കൊടുക്കാൻ ആവശ്യമായ കത്ത് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും അവിടെ കെട്ടിടം പണി തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. നഗരസഭ അപ്പീൽ നൽകുകയും അതോടെ തന്നെ പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യം നഗരസഭയ്ക്ക് കാര്യത്തിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നഗരസഭ കാണിക്കുകയില്ല. അതാര് ചെയ്താലും ഒട്ടേറെ അനുഭവങ്ങളുള്ളതാണ്. നിരവധി കേസുകൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിലനിൽപ്പുണ്ട്, കോടതിയിൽ ഉണ്ട്. അപ്പോൾ അതെല്ലാം നഗരസഭ ശക്തമായി അതിനെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇത് നഗരസഭയുടെ പുറമ്പോക്ക് സ്ഥലങ്ങൾ, പുറമ്പോക്ക് സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് പണ്ട് എപ്പോഴെങ്ങുമല്ല, ഈ അടുത്ത കാലത്തുമല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. നഗരസഭ ആകുന്നതിന് മുമ്പ് തന്നെ ഒട്ടേറെ ആളുകൾ ഇവിടെ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട്. അവർക്കെല്ലാം നിയമപരമായി പതിച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കൊട്ടാരക്കര അമ്പലക്കര ഹോട്ടൽ 2 സെൻറ്റ് വസ്തുവോടെ കയ്യേറിയ അവസാനം സുപ്രീം കോടതി തീരുമാനിച്ചിട്ടാണ് അവർക്ക് അന്ന് നഷ്ടപരിഹാരം നഗരസഭ അടച്ചുകൊണ്ട് അന്ന് കേസ് കോടതി ഉത്തരവ് പ്രകാരം തീർപ്പാക്കിയിട്ടുള്ളത്. ഒരു കാരണം വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് ഇത് പരിശോധിച്ച് അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പീലിന്മേൽ ഹൈക്കോടതി ഉത്തരവ് തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പീൽ ഫയൽ ചെയ്ത് തീരുമാനം വരുന്നവർക്ക് അതിനാവശ്യം നടപടി സ്വീകരിക്കും. അക്കാര്യത്തിൽ ഉറപ്പാണ്.